ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ലേഡ് ഫ്രൈഡ് എഗ്സ് ആണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഫ്രൈഡ് എഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഉപ്പില്ലാത്ത അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉപ്പുള്ള ബട്ടറാണെങ്കിൽ കുഴപ്പമില്ല. ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് എണ്ണയും യൂസ് ചെയ്യാം. പക്ഷെ ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമ്മുടെ ഈ ബട്ടറൊക്കെ നല്ലതുപോലെ ഉരുകി വരട്ടെ. നമ്മുടെ ബട്ടർ എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മുട്ടയും കൂടി. ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ അളവനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഏറ്റവും കുറഞ്ഞത് 2 മുട്ടയും ഏറ്റവും കൂടിയതൊരു 4 മുട്ടയും മാത്രമേ എടുക്കാവൂ. അതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ ഒരു 3 അളവിൽ മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. നമ്മുടെ ഈ മുട്ട ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരല്പം മാത്രം മുളക് പൊടി ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതുപോലെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം കുരുമുളക് പൊടിയും കൂടി. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. ഇതുപോലെ നമ്മുടെ ഈ മസാല ചേർത്ത് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് ലെയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇതിന് മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം മതിയാവും. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരല്പം മാത്രം പച്ചമുളകും കൂടി. ഈ ഒരളവിൽ ഇത്രയും ചേർക്കുന്നില്ല, കുറച്ച് മാത്രം മതിയാവും. കൂടെ തന്നെ ഒരു 1/4 ഭാഗത്തോളം തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ആ തക്കാളിയും ചേർക്കുകയാണ്. ലൈറ്റായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സമയം ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചീസും കൂടിയാണ്. അപ്പോൾ എങ്ങനത്തെ ചീസ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാവുന്നതാണ്. ചീസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കാതെ ഇരിക്കേണ്ട, ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും ചീസ് ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് കൂടി ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ ഇത് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ചീസും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം മാത്രം മല്ലിയിലയും കൂടി, അതും കൂടി ചേർക്കാം. ഫൈനലി ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഗരം മസാല പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ എല്ലാം പല സ്ഥലത്തായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 സ്പാച്ചിലേക്ക് വെച്ചിട്ട് തിരിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സൈഡിലൊക്കെ ഉള്ള നമ്മുടെ ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. ഒരു 30 സെക്കൻഡ് മാത്രം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മതിയാവും. 30 സെക്കൻഡിന് ശേഷം പതുക്കെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം മുകളിലേക്ക് ഒരു അല്പം മല്ലിയിലയും ഒന്ന് ഗാർണിഷിന് വേണ്ടി കൊടുത്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ 2 സവാളയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല ഒരു സ്പൂണുമായിട്ട് ഒന്ന് സെർവ് ചെയ്താലുണ്ടല്ലോ എല്ലാവർക്കും സൂപ്പറായിട്ട് ഇഷ്ടമാവുന്നതായിരിക്കും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.